അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള മറ്റ് റൂമുകളിലോ മറ്റ് സ്പേസുകളിലോ മറ്റ് ആ ഒരു നെറ്റ്വർക്കിനുള്ളിൽ പരിധിയിൽ കൊള്ളുന്ന എല്ലാ സ്ഥലത്തും ഈ സൗണ്ട് സിസ്റ്റം ഫുള്ളായിട്ട് പ്ലേ ആവും. വൈഫൈ സ്പീക്കേഴ്സ്. അപ്പോൾ ഇതൊരു ആളുടെ കമൻ്റാണ്. അതായത് ബ്ലൂടൂത്തിനായിട്ടും ഫാസ്റ്റർ ആണല്ലോ, നല്ല ക്ലാരിറ്റി കിട്ടുമല്ലോ വൈഫൈ സ്പീക്കേഴ്സ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് പ്രചാരത്തിലില്ല, വളരെ കുറഞ്ഞ ആളുകൾക്ക് അതിനെ ഉപയോഗിച്ച് ശീലമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈഫൈ സ്പീക്കേഴ്സ് എന്നുള്ളത് ബ്ലൂടൂത്ത് സ്പീക്കർ പോലെ വളരെ പ്രചാരത്തിൽ, വളരെ ഫേമസ് ആയിട്ട്, വളരെ സുലഭമായിട്ട് കിട്ടാത്തത്. ബ്ലൂടൂത്ത് സ്പീക്കർ ഉപയോഗിക്കുന്ന ആദ്യം പറയാം. അതായത് ഒരു ഡിവൈസ്, ഈ ഫോൺ ഇപ്പോൾ ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം, ആ ബ്ലൂടൂത്തിലെ റിസീവറിലേക്ക് ഇതിൻ്റെ ഫോണിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാം. വൈഫൈ സ്പീക്കർ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. വൈഫൈ സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ വേറെ ഒരു ലെവലാണ്. അപ്പോൾ വൈഫൈ വഴി മ്യൂസിക് പ്ലേ ചെയ്യുക. അപ്പോൾ അത് പ്ലേ ചെയ്യുക എങ്ങനെ വെച്ചാൽ ഈ ഫോണിലും നമ്മളെ ഇപ്പോൾ ഡിവൈസ് ഒരു ലാപ്ടോപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ലാപ്ടോപ്പിലും ഒരു സെയിം നെറ്റ്വർക്ക്, ഹോം നെറ്റ്വർക്ക് സെറ്റപ്പ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോണിൽ ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അലക്സ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ബ്ലൂടൂത്ത് സ്പീക്കറിനെ ഒരു വൈഫൈ സിസ്റ്റം ആക്കി മാറ്റിയാൽ നമുക്ക് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു മോഡം, ഒരു എക്സ്റ്റേണൽ വൈഫൈ മോഡം വേണം. ഇത് രണ്ടിനെയും കൂടി പെയർ ചെയ്തിട്ട് ഒരൊറ്റ നെറ്റ്വർക്ക് ആക്കി മാറ്റാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഈ വൈഫൈ ഇൻ്റർനെറ്റ് വഴി ആ മ്യൂസിക് പ്ലേ ചെയ്യുള്ളൂ. അതായത് ബ്ലൂടൂത്തിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. വൈഫൈയിലൂടെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ലാപ്ടോപ്പ് ഞാനിപ്പോൾ ഈ ഫോണായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു വൈഫൈ മോഡം വേണം. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ് ആ മ്യൂസിക് ട്രാൻസ്ഫർ ആവുന്നത്, ആ ഓഡിയോ ഫയൽ ട്രാൻസ്ഫർ ആവുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് കൂടാതെ ഒരുപാട് തരം ആമസോണിലും മറ്റൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്, വൈഫൈ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങി കിട്ടും. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിവൈസ്, അങ്ങനെ ഒരു വർക്കിംഗ് ആവശ്യമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ഹോം നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയുക. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ കണക്റ്റിംഗ്, അതിൻ്റെ പ്ലേയിങ്, അതൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് ചെറുതായിട്ട് ചുരുക്കി പറഞ്ഞതാണ്. അതായത് അതിനെ വലിയ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതല്ല. എന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള ആ ഒരു സംശയം ഉണ്ടല്ലോ, വൈഫൈ സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ പോലെ ഉണ്ടോ എന്നുള്ളത് ആ സംശയം ഉണ്ടല്ലോ. അപ്പോൾ ആ സംശയം തീർത്താണ് ഈ രീതിയിൽ നമുക്ക് വൈഫൈ സ്പീക്കേഴ്സ് ഉപയോഗിക്കാം, വൈഫൈ വഴി സ്പീക്കേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ സൗണ്ട് വയർ സെർവർ എന്നുള്ളൊരു ആപ്പ് ഞാനിവിടെ കമ്പ്യൂട്ടറിൽ, അതായത് ലാപ്ടോപ്പിലും മൊബൈലിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ മ്യൂസിക്, ലാപ്ടോപ്പിലുള്ള മ്യൂസിക് നെറ്റ് വഴി വൈഫൈ വഴി ഞാൻ ഈ ഫോണിലൂടെ പ്ലേ ആക്കുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. അത് ജസ്റ്റ് സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഡീറ്റെയിൽ ആക്കണമെങ്കിൽ, എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങളെ കമ്പ്യൂട്ടർ തമ്മിൽ IP അഡ്രസ്സ് മാച്ച് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹോം നെറ്റ്വർക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും, നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് നേരിട്ട് പരിചയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ഹോം നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. കാരണം അത് അധികം ആളുകൾ ചോദിക്കാത്തതാണ്, വളരെ റെയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ ചെറിയ തോതിൽ പറഞ്ഞ്. കുറേ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.